നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. നമസ്കാരം ഹരി. ജൻസി കലാപം അടിച്ചൊതുക്കിയതിന് പിന്നാലെയാണ് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക്, കലാപത്തിനിടയിലും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ വ്യക്തിപരമായി ഒരുപാട് അധിക്ഷേപങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിനൊക്കെ അദ്ദേഹം ക്ഷമ പറഞ്ഞു, അല്ലേ? സോഷ്യൽ മീഡിയയിലൂടെ ക്ഷമ പറഞ്ഞു. എല്ലാ കുട്ടികളോടും താൻ ക്ഷമിച്ചിരിക്കുന്നു പറഞ്ഞു. അതോടെ ആ ചാപ്റ്റർ ക്ലോസ്. അത് കഴിഞ്ഞിട്ട് എന്നാൽ പിന്നെ ഈ സമരം അവസാനിപ്പിക്കുന്നതിൽ പിന്നെ ഒരു പ്രധാന വ്യക്തിയുണ്ട്, ഒരു സംഘടനയുണ്ട്, രാഷ്ട്രീയ സ്വയം സേവക സംഘം. അവരാണ് കേന്ദ്ര സർക്കാരിൽ ഇടപെട്ട് ഈ കുട്ടികളുടെ വിഷയം ശ്രദ്ധാപൂർവം, അവധാനതയോടെ, അനുഭാവപൂർവ്വം പരിഗണിക്കണം എന്ന് പറഞ്ഞു, അല്ലേ? അങ്ങനെയാണ് ഈയൊരു ജൻസി കലാപം സർക്കാർ സൗമ്യമായി അടിച്ചൊതുക്കിയത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി കുട്ടികളോട് ക്ഷമിച്ചതോടെ ഇനി ആരെങ്കിലും ഒന്ന് ആക്രമിച്ച് കിട്ടണമല്ലോ. പിന്നെ പ്രധാനമന്ത്രിക്ക് താഴേക്ക് പോയിട്ട് കാര്യമില്ല. താഴേക്കുള്ള ആരെയും ആക്രമിച്ചിട്ട് ഒരു കാര്യവുമില്ല. മന്ത്രിയാണെങ്കിൽ ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കുകയും ചെയ്തു. അപ്പോൾ പിന്നെ ഇരിക്കട്ടെ സർസംഘചാലക് മോഹൻ ഭഗവത്തിൻ്റെ നേരെ. അതാണിപ്പോൾ ജൻസികൾ മാത്രമല്ല, പ്രതിപക്ഷവും ഇപ്പോൾ ലക്ഷ്യമിടുന്നത് RSSനെയാണ്. RSSൻ്റെ മാനനീയ സർസംഘചാലക് മോഹൻ ഭഗവത്ജിക്കെതിരെയാണ്. അദ്ദേഹത്തെയാണ് അവർ ലക്ഷ്യമിടുന്നത്. കാരണം അദ്ദേഹമാണ് ഇപ്പോൾ ഇതിനെല്ലാം ചുക്കാൻ പിടിച്ചതെന്നൊരു ആരോപണമാണ് അവർ ഉന്നയിക്കുന്നത്. വളരെ രൂക്ഷമായ വിമർശനമാണ് അദ്ദേഹത്തിൻ്റെ ജൻസികൾക്കെതിരായ, ജൻസികളുടെ ഈ വിഷയത്തിൽ അദ്ദേഹം ഒരു അഭിപ്രായ പ്രകടനം നടത്തി. ആ അഭിപ്രായ പ്രകടനത്തിൽ വളരെ രൂക്ഷമായ സൈബർ ആക്രമണങ്ങളാണ് ഇപ്പോൾ ഇവർ ഇരു കൂട്ടരും, പ്രതിപക്ഷവും CJPയും ഒക്കെ അഴിച്ചുവിടുന്നത്. ശരിക്കും ഹരിക്ക് അറിയാമായിരിക്കുമല്ലോ സംഭവവികാസങ്ങളൊക്കെ. ഈ പ്രിയങ്ക ഗാന്ധിയെ സംബന്ധിച്ചിടത്തോളം ഇവർ എന്താ പറയുക, ബ്രോയിലർ ചിക്കൻ പോലെ വളർത്തിയെടുത്ത ആൾക്കാരാണ്. അവർക്ക് അറിയില്ല എന്താണ് സംഘമെന്ന്. ഒരുപക്ഷെ പ്രിയങ്ക ഗാന്ധിയുടെ അമ്മൂമ്മയ്ക്ക് കുറച്ചുകൂടെ നന്നായിട്ട് അറിയാൻ പറ്റും RSSന് ജനസംഘമായിരുന്നു. അല്ല, രാഷ്ട്രീയ സ്വയംസേവക സംഘത്തെ പറ്റിയിട്ട് കുറച്ചുകൂടെ നന്നായിട്ട് അറിയാൻ പറ്റും. കാരണം മുമ്പ് ഈ ഇന്ദിരാഗാന്ധി ജീവിച്ചിരുന്നപ്പോൾ ഇന്ദിരാഗാന്ധി ട്രൗസർ ഡൽഹിയിൽ കൊണ്ടുവച്ച് കത്തിച്ചിട്ട് പറഞ്ഞു, ഞാൻ RSSനെ കത്തിച്ചു എന്ന് പറഞ്ഞു. കൂണുകൾ മുളച്ചു പൊങ്ങുന്നത് പോലെ അടിയന്തരാവസ്ഥ കഴിഞ്ഞപ്പോൾ സംഘത്തിൻ്റെ ശാഖകൾ മുളച്ചു പൊങ്ങി. അതിൻ്റെ ഒരു പഴയ ചരിത്രമുണ്ട്. ഇന്ദിരാഗാന്ധി ഏറ്റവും ശക്തമായി പ്രതിരോധിച്ച സംഘടന. ഇന്ത്യയിൽ ഇന്ന് നിലനിൽക്കുന്ന ഏറ്റവും വലിയ ജൻസി സംഘടന RSS ആണ്. ഈ ജൻസി സംഘടന ഈ ഡൽഹിയിൽ പോയി സമരം നടത്തിയ കുറച്ചു പേര്, അതിനകത്ത് ഒരുപാട് വയസ്സായ ആൾക്കാരുണ്ട്. ഈ 56 വയസ്സായ യുവാവുണ്ട്. മനസ്സുകൊണ്ട് എപ്പോഴും ജൻസിയാണെന്നാണ് അദ്ദേഹം കരുതുന്നത്. അത് വിചാരിച്ചിട്ടാണ് അദ്ദേഹം ഇടയ്ക്കിടയ്ക്കൊക്കെ ഇറ്റലിയിലൊക്കെ പോകുന്നതും വിദേശ സന്ദർശനം നടത്തുന്നത്. അവർക്ക് അറിയില്ല. അതെ, ആ വ്യക്തി ഇപ്പോഴും വിദേശത്തായിരിക്കും. ആ വ്യക്തിയാണ്. അദ്ദേഹത്തിന് അറിയില്ല ഇന്ത്യയിലെ ഏറ്റവും വലിയ, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ സഹോദരിയായ പ്രിയങ്ക ഗാന്ധിക്ക് ഇപ്പോൾ ഈ അടുത്ത കാലത്തായിട്ട് രാഷ്ട്രീയത്തിൽ പൊട്ടിമുളച്ച പ്രിയങ്ക ഗാന്ധിക്കും അറിയില്ല എത്രത്തോളം ഗ്രാസ് റൂട്ടിൽ RSS എന്ന സംഘടന ഇന്ത്യയുടെ 90% ഗ്രാമങ്ങളിലും ഗ്രാമാന്തരങ്ങളിലും നഗരങ്ങളിലുമൊക്കെ വേരോട്ടമുള്ള ഈ 100 വർഷം തികയാൻ പോകുന്ന സംഘടന. ഒരു പൊട്ടലോ ചീറ്റലോ വിഭജനമോ ഒന്നുമില്ലാതെ ഇത്ര നാൾ ഭാരതത്തിനകത്ത് വളരെ നിസ്വാർത്ഥമായ സേവനം നടത്തി അവർ അങ്ങനെ ഇങ്ങനെയൊന്നും വിഷയങ്ങളിൽ അഭിപ്രായ പ്രകടനം നടത്താറില്ല. വളരെ കൃത്യമായി എന്തെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ, രാജ്യത്തിന് അത്രമേൽ ഇമ്പോർട്ടൻ്റ് ആണെങ്കിൽ മാത്രമേ അഭിപ്രായം പറയാറുള്ളൂ. അല്ലെങ്കിൽ നിശബ്ദമായി ശാഖകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് പ്രവർത്തിക്കാനും അതുമായി ബന്ധപ്പെട്ട സാംസ്കാരിക പ്രവർത്തനങ്ങൾ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുവാൻ മാത്രമേ അവർ സമയം ചെലവഴിക്കാറുള്ളൂ. ഇത്തരത്തിൽ മുക്കിന് അഭിപ്രായങ്ങൾ പറയാൻ അവർ ശ്രമിക്കാറില്ല. അപ്പോൾ അത്രയും പ്രാധാന്യമുള്ളൊരു വിഷയമാണ്. രാജ്യത്തെ യുവതയുടെ ഒരു പ്രശ്നമാണ്. ഈ പ്രതിഷേധിക്കുന്ന എല്ലാ ആൾക്കാരെയും മോശക്കാരായിട്ട് കാണുവാൻ പാടില്ല. അത്തരം ആൾക്കാരെ നെഞ്ചോട് ചേർത്ത് പിടിക്കണം. മോദിയും അത് അംഗീകരിച്ചു. ഇവർക്കിടയിൽ ചില പാളിച്ചകൾ ഉണ്ടായിട്ടുണ്ട്. അത്തരക്കാരായിട്ടുള്ള വിദ്യാർത്ഥികൾക്കിടയിൽ നിന്ന് മോദിയുടെ അമ്മയെ പോലും ചീത്ത വിളിച്ചു എന്നുള്ളതാണ്. അവരോട് പോലും ക്ഷമിക്കാൻ തയ്യാറായ ഒരു പ്രധാനമന്ത്രിയാണ്. നേരെ മറിച്ച് രാഹുൽ ഗാന്ധിക്കെതിരെ ഒരു അധിക്ഷേപ പരാമർശത്തിൻ്റെ പേരിൽ കർണാടകയിൽ കേസെടുത്തിട്ടുണ്ട്. ഇനി മറ്റൊരു ജൻസി വിഭാഗം ജാർഖണ്ഡിൽ സമരം നടത്തുന്നു, റാഞ്ചിയിൽ. അവരോട് അനുകൂലമായിട്ടുള്ള ഒരു കാര്യത്തിനും ഇറങ്ങി പുറപ്പെട്ടിട്ടില്ല. കേരളത്തിൽ മണ്ണ് തിന്നുകൊണ്ട് സമരം നടത്തുന്ന ഒരു യുവതയുണ്ട്. PSCയിൽ റാങ്ക് നേടിയെടുത്തതിന് ശേഷം പോലും. ഇതിന് തൊട്ട് മുന്നേ ഉള്ള ഒരു 10 വർഷത്തെ ടേം വളരെയധികം ഭയാനകവും ക്രൂരവുമായിരുന്നു.
കാരണം മാനിപ്പുലേഷൻസ് വാല്യൂഷൻസിൽ വരുത്തുന്നു, മൂല്യനിർണ്ണയത്തിൽ മാനിപ്പുലേഷൻസ് വരുത്തുന്ന രീതിയിൽ ആൾക്കാരെ, CPM-ൻ്റെ ആൾക്കാരെ തിരികെ കയറ്റുവാൻ വേണ്ടിയിട്ട് അവരും ഇപ്പോൾ ഈ ജൻസി കലാപത്തിൻ്റെ ഇടയിൽ പോയ ഈ ജൻസികളായിട്ടുള്ള ജോൺ ബ്രിട്ടാസ് ജൻസിയും AA റഹീം ജൻസിയും, അവരുടെ ഇംഗ്ലീഷ് കൊണ്ട് അന്ന് അവിടെ ഉണ്ടായിരുന്ന ആൾക്കാർ ജൻസികൾ ഉലകം കൊണ്ടിട്ടുണ്ടായിരുന്നിട്ട്, പ്രത്യേകിച്ചും AA റഹീമിൻ്റെ അന്താരാഷ്ട്ര പ്രസിദ്ധമായിട്ടുള്ള ഇംഗ്ലീഷാണ്. അപ്പോൾ അങ്ങനെ ഈ രീതിയിൽ നടക്കുന്ന ആൾക്കാരെ മാത്രമേ ഇവർ കണ്ടിട്ടുള്ളൂ. വളരെ നിശബ്ദമായിട്ട് ഈ രാജ്യം എന്ന ഒരൊറ്റ കാര്യം മനസ്സിൽ നിർത്തി, രാജ്യമാണ് ഏറ്റവും പ്രധാനം, രാഷ്ട്രമാണ് ഏറ്റവും പ്രധാനം എന്ന് പറഞ്ഞുകൊണ്ട് മനസ്സിൽ വിശ്വസിച്ച് അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന ഒരുപാട് ജൻസിയുണ്ട്. വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് ആൾക്കാരെ സംഘടിക്കുവാൻ കഴിയുന്ന ഒരു സംഘടനയാണ്. രാജ്യത്തിൻ്റെ എവിടെ വേണമെങ്കിലും യുവാക്കളെ ഇപ്പോൾ കണ്ട 10,000-ഓ 20,000-ഓ ആൾക്കാരെയല്ല, ഇപ്പോൾ വളരെ ചെറിയൊരു സ്ഥലത്ത് കുറച്ച് ആൾക്കാർ സംഘടിച്ചാൽ തന്നെ വലിയ സംഖ്യയായി തോന്നും. അതിൽ തന്നെ വളരെ കുറവാണ് ഈ യുവത ഉണ്ടാകുന്നത്. എന്നാൽ യഥാർത്ഥ യുവത വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് മോഹൻജി ഭാഗവതിനെ സംഘടിപ്പിക്കുവാൻ കഴിയും. അദ്ദേഹത്തിൻ്റെ ഒരൊറ്റ നിർദ്ദേശം മതി. കശ്മീർ മുതൽ കന്യാകുമാരി വരെയുള്ള RSSൻ്റെ കേഡർമാർ ഒത്തൊരുമിച്ച് ചേരുവാൻ. അദ്ദേഹത്തിന് നേരെയാണ് ഈ പ്രിയങ്ക ഗാന്ധി പറഞ്ഞിരിക്കുന്നത് ഇദ്ദേഹത്തിൻ്റെ സർട്ടിഫിക്കറ്റ് വേണ്ടെന്ന്. അദ്ദേഹത്തിൻ്റെ സർട്ടിഫിക്കറ്റ് ആഗ്രഹിക്കുന്ന, അദ്ദേഹം എന്ത് പറയും എന്ന് കാതോർത്തിരിക്കുന്ന ഭാരതത്തിനകത്തുള്ള ജൻസികളുണ്ട്. ഇവർക്ക് അതിനെക്കുറിച്ച് വ്യക്തമായ ധാരണയില്ല എന്നുള്ളത് കൊണ്ടാണ് ഇവർ പരാജയത്തിൽ നിന്ന് പരാജയത്തിലേക്ക് പോകുന്നത്. അത് വളരെ വ്യക്തമായി ബോധ്യമുള്ളത് കൊണ്ടാണ് നരേന്ദ്രമോദി വരെ മോഹൻ ഭാഗവത് ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് ചടുലമായിട്ടുള്ള റിയാക്ഷനായിരുന്നു. ഒരു മാസം ഈ സമരം നടത്താൻ വേണ്ടിയിട്ട് ജന്തർ മന്ദറിൽ ചെന്നിരുന്നപ്പോഴൊന്നും ഇളകാത്ത സർക്കാർ ഇതിലും വലിയ സമരങ്ങളാണ് കണ്ടത്. ഇതിലും വലിയ സമരങ്ങൾ കണ്ടു കശ്മീരിൽ. സ്റ്റോൺ പെൽറ്റിംഗ്, എത്ര വർഷം നീണ്ടു നിന്ന സ്റ്റോൺ പെൽറ്റിംഗ്. 2008 കശ്മീരിൽ കല്ലെറിയൽ തുടങ്ങുന്നത് ഇന്ത്യൻ മിലിറ്ററിക്ക് നേരെ. അപ്പോൾ അങ്ങനെയുള്ള സമരം എത്ര വർഷമാണ് നീണ്ടത്? ഏകദേശം 2018 കാലം വരെ ഈ സമരം നീണ്ടു നിൽക്കുകയാണ്. കല്ലെറിയൽ സമരം നീണ്ടു നിൽക്കുകയാണ്. ഉടനെ സ്വിച്ചിട്ടതുപോലെ നിർത്തുവാൻ കഴിഞ്ഞ ഒരു ഭരണകൂടമാണ്. അവർക്ക് ഈ 10,000-15,000 അല്ലെങ്കിൽ കുറച്ച് ആൾക്കാർ വന്ന് കലാപ സദൃശമായിട്ടുള്ള കാര്യം നടത്തി എന്ന് പറഞ്ഞുകൊണ്ട് വലിയ പ്രശ്നമൊന്നുമില്ല. ഇതിനെ അടിച്ചമർത്താൻ വളരെ ശക്തമായിട്ട് പറ്റും. കശ്മീരിൽ എത്ര ദിവസമാണ് ഇൻ്റർനെറ്റ് ബാൻ ചെയ്തത്? ബാൻ ചെയ്യുകയും വളരെ കൃത്യമായ സത്വര നടപടികൾ സ്വീകരിക്കുകയും ഒക്കെ ചെയ്തു. അവരെ സംബന്ധിച്ചിടത്തോളം മറ്റേ സിനിമയിൽ 6-ാം തമ്പുരാനിൽ മോഹൻലാൽ പറയും പോലെ പൂ പറിക്കും പോലെ ലാഘവമായിട്ടുള്ളൊരു കാര്യമാണ്. പക്ഷേ അവരത് ചെയ്തത് അതിൻ്റെ പിന്നിലെ ബാക്ക് ബോൺ, അതിൻ്റെ പിന്നിലെ യഥാർത്ഥ ശക്തി, ചാലക ശക്തി എന്ന് പറയുന്നത് രാഷ്ട്രീയ സ്വയംസേവക സംഘമാണ്. അവരത് പറഞ്ഞു. മോഹൻജി ഭാഗവത് എന്ന സംഘത്തിൻ്റെ സർസംഘചാലകൻ അങ്ങനെ പറഞ്ഞതുകൊണ്ട് മാത്രമാണ് ഇത് വളരെ പെട്ടെന്ന് ഈ പ്രശ്നം പരിഹാരത്തിലേക്ക് എത്തിപ്പെട്ടത്. ഇത് പ്രിയങ്ക ഗാന്ധി അറിഞ്ഞിട്ടില്ല. അറിയാൻ പഠിച്ചാൽ മാത്രമേ ഇന്ത്യയിൽ അല്ലെങ്കിൽ ബംഗ്ലാദേശിൽ ഇപ്പോൾ തരിഖ് റഹ്മാൻ ഒരു വലിയ പ്രശ്നത്തിൽ കിടക്കുന്നില്ലേ, അതുപോലെ എന്തായാലും അവർ ഈ ഭരണത്തിലേക്ക് എത്തുവാനായിട്ട് പോകുന്നില്ല. കാരണം അത്ര ശക്തമായ രീതിയിലുള്ള ഒരു ചട്ടക്കൂടുള്ള ഒരു സംഘടനയാണ് BJP. അതുകൊണ്ട് അവർ ഭരിച്ച് മുന്നോട്ട് പോകുന്നു. അവർക്ക് കൃത്യമായി രാജ്യം എങ്ങനെയാണ് പോകുന്നതെന്നും അറിയാം. ഇതാണ് അവസ്ഥ. അപ്പോൾ പറഞ്ഞോളൂ. ഈ ശരിക്കും പ്രിയങ്ക ഗാന്ധി മാത്രമല്ല, CJPയും ഇതിനെതിരെ, ഈ മോഹൻജി ഭഗവതിനെതിരെ രൂക്ഷമായ ചില വിമർശനങ്ങൾ. കാരണം അതെന്തിൻ്റെ തുടക്കമാണെന്നൊരു വ്യക്തമാകുന്നില്ല. കാരണം പ്രധാനമന്ത്രി പറയുന്നതും മോഹൻജിയെ പറയുന്നതും രണ്ടാണ്. അതിന് ലഭിക്കുന്ന പ്രതികരണങ്ങൾ രണ്ട് തരം, വളരെ ശക്തമായ പ്രതികരണമാണ് ഇപ്പോൾ പ്രിയങ്ക ഗാന്ധി ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുന്നത്. വളരെ കൃത്യമായ കണ്ണിങ് ആയിട്ടുള്ള പ്രതികരണമാണ്. ഇത്രയും നാൾ ഈ CJPയുടെ സമരത്തിൻ്റെ ഇടയിൽ കൂടെ നടന്നപ്പം ഇവരിതൊന്നും അറിഞ്ഞിരുന്നില്ല. അവർക്ക് ഇതിൻ്റെ ശക്തിയെ പറ്റിയിട്ട് അറിയില്ല. നേരിട്ട് കണ്ടാൽ മാത്രമേ മതിയുള്ളൂ. ഒരൊറ്റ വിസിൽ മുഴക്കിയാൽ മതി. എത്രയധികം ആൾക്കാരാണ് ഒരേ രീതിയിൽ വന്നു നിൽക്കുന്നത്. അത്ര ഡിസിപ്ലിൻഡാണ്, അത്ര ശക്തമാണ്. അതൊക്കെ കണ്ടു പഠിക്കേണ്ടിയിരിക്കുന്നു. അതെ അതെ. ഒരു ഒറ്റ വിസിൽ അടിച്ചു കഴിഞ്ഞാൽ പലരും പല സൈഡിലേക്ക് ഓടും, ആരെങ്കിലും റെയ്ഡ് നടത്താൻ വരുന്നു. അപ്പം അത് മാത്രമേ ഇവർ കണ്ടിട്ടുള്ളൂ. അപ്പോൾ മറ്റെന്തെങ്കിലും തരത്തിലുള്ള മയക്കുമരുന്നോ മറ്റെന്തെങ്കിലും റെയ്ഡ് നടത്താൻ വരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഇവർ ഓടും. കയ്യിൽ മറ്റ് പല സാധനങ്ങളും സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന പല ആൾക്കാരുമുണ്ട്. പല തരത്തിലുള്ള പ്രവർത്തകരും കൂടി അടങ്ങുന്ന ഒരു സംഘമാണ്. പല വിഭാഗത്തിൽപ്പെട്ട എല്ലാ ആൾക്കാരും ഒന്നല്ല, ചില ആൾക്കാർ അത്തരത്തിലുള്ള ആൾക്കാരുമുണ്ട്. അവരൊക്കെ ഇറങ്ങി ഓടും. അപ്പം അങ്ങനെ ഈ തരത്തിലുള്ള ഒരു റിമാർക്സ് നടത്തുവാൻ പാകത്തിന് ശക്തിയൊന്നും കോൺഗ്രസ്സിന്, ഇന്നത്തെ കോൺഗ്രസ്സിന് എന്തായാലും ഇല്ല.
പിന്നെ അവരിങ്ങനെ നടത്തിയിരുന്നു. ഇപ്പോൾ അഭിജിത് ദീപ്കയുടെ ഒരു കാര്യം എടുത്താൽ അഭിജിത് ദീപ്ക നേരിട്ട് RSSൻ്റെ സംഘചാലകനെ പറഞ്ഞില്ല, പക്ഷേ ഇൻഡയറക്ട്ലി ചില കാര്യങ്ങൾ സൂചിപ്പിച്ചു അങ്ങ് പോയി. അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കാര്യമായ രീതിയിൽ ഒന്നും ഈ സംഘടനയെ പറ്റിയിട്ടും പിണറായി വിജയൻ ഈ CPM-നെ കുറിച്ച് പറയുമ്പോൾ ഈ സംഘടനയെക്കുറിച്ചൊന്നും അറിയില്ല എന്ന് പറയും പോലെ ആണ് ഇവർ ഇടയ്ക്കിടയ്ക്ക് നടത്തുന്ന ഒരു പ്രക്ഷോഭം മാത്രമാണ്. ഇപ്പോൾ ഇവർ മോദിയെ കളിയാക്കി, മോദിയെ കളി പറഞ്ഞല്ലോ, മോദിക്കെതിരെയൊക്കെ സംസാരിച്ചല്ലോ. സുക്കർബർഗിൻ്റെ ഓൺ മെറ്റ അദ്ദേഹത്തിൻ്റെ ഒരു പ്രസംഗം വളരെ കുറച്ച് സമയത്ത് ടെക്നിക്കൽ എറർ കാരണം നീക്കം ചെയ്തു. യുവാക്കൾ ഇവരെല്ലാവരും നടന്ന അധിക്ഷേപ പരാമർശങ്ങൾ ഓരോന്നും കൊടുത്തു. നല്ല ഒന്നാം തരം പണി അവരുടെ ആസ്ഥാനത്ത് നിന്ന് തന്നെ ന്യൂ മെക്സിക്കോ എന്ന് തന്നെ കിട്ടിയിരിക്കുകയാണ്, അമേരിക്കയിൽ നിന്ന് തന്നെ ലഭിച്ചിരിക്കുകയാണ്. ഇന്ത്യയും അതിന് ശക്തമായ രീതിയിലുള്ള മറുപടി തന്നെ അശ്വിനി വൈഷ്ണവ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം ഇവരെ ഭയമൊന്നും ഇന്ത്യൻ ഭരണകൂടത്തിനില്ല. ഈ ഏതു തരം പ്രക്ഷോഭം നടത്തിയാലും അത് വെൽ ബാലൻസ്ഡ് ആക്കി വളരെ കൃത്യമായി ഇതിനൊരു പരിഹാരം കണ്ടെത്തുവാൻ പ്രാപ്തമാണ് ഇപ്പോഴത്തെ ഒരു ഭരണകൂടം എന്നാണ്. അതിനെക്കുറിച്ച് അവർക്ക് അറിയാത്തത് കൊണ്ടാണ്. എന്തായാലും ഇത്തരം ഒരു ഇനി ആരെ പറയും, അതായത് നമ്മുടെ ഇപ്പോൾ അമിത്ഷായെ കുറിച്ച് എന്തൊക്കെ പറയുന്നുണ്ട്, എന്തോ വരുന്നില്ല, സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനെ വരെ പറഞ്ഞു, വീണ്ടും അവരെന്താണ്, അവരാരാണ് അവിടെ ഇരുന്ന് ഞങ്ങളോട് ഉത്തരവിടാൻ എന്നല്ലേ പറഞ്ഞു. അപ്പോൾ ഈ എന്തായാലും CJPയുടെ പോക്ക് നല്ല പോക്കല്ല. കാരണം അതിനപ്പുറം അവരുടെ ഉദ്ദേശം രാഷ്ട്രീയമാണ്. രാഷ്ട്രീയമാകുന്നതോടുകൂടി യഥാർത്ഥത്തിൽ ബാധിക്കാൻ പോകുന്നതും പുറം ചട്ടം അഴിഞ്ഞു മുന്നണിയാണ്. അതെ അതെ, തീർച്ചയായിട്ടും പ്രതിപക്ഷം വൈപ്പ് ഔട്ടായി. അപ്പം ഈ ഇന്ത്യ മുന്നണിക്ക് കിട്ടുന്ന കുറച്ച് സാധനം ഇവർക്ക് കിട്ടും, അത്രേ ഉള്ളൂ. അല്ലാതെ അതിനകത്ത് പ്രത്യേകിച്ച് സംഭവിക്കാനൊന്നുമില്ല. തുടക്കത്തിലൊരു പോപ്പുലാരിറ്റി മാത്രമേ കാണൂ. തുടക്കത്തിലൊരു പോപ്പുലാരിറ്റി. ഇപ്പോൾ ആം ആദ്മി വന്നു കയറി, ആൾക്കാർക്കൊരു കൗതുകമാണ് ഇതെന്താ സംഭവം എന്നറിയാൻ വേണ്ടിയിട്ട്. അതിൻ്റെ ഭാഗത്തൂടെ പുതുമ പരീക്ഷിക്കാനുള്ള നമ്മുടെ ജനത്തിൻ്റെ ഒരു താല്പര്യമാണ്. ആ പുതിയൊരു സാധനം വന്നപ്പോൾ ഒന്ന് ഉപയോഗിച്ചു, അത് ഉപയോഗിച്ചതിന് ശേഷം എടുത്ത് ഡസ്റ്റ്ബിന്നിലേക്ക് വലിച്ചെറിയുന്നു. അത്ര ആയുസേ ഉള്ളൂ ഇതിന്. ഒരു കുമിളയുടെ ആയുസ് മാത്രം ഉള്ള ഒരു സംഘടനയാണ്, അല്ലാതെ പ്രത്യേകിച്ചൊരു ചട്ടക്കൂടോ. കേവലം ഇപ്പോൾ നീറ്റ് ലീക്കേജ് പെരിഫറലായിട്ടുള്ളൊരു സബ്ജക്റ്റാണ്. ആഴത്തിൽ ഇന്ത്യൻ ജനതയ്ക്ക് പരിഹാരം കണ്ടെത്താൻ ഇപ്പോൾ നരേന്ദ്രമോദി എന്നല്ല ആര് പ്രധാനമന്ത്രിയായാലും ചുരുങ്ങിയ സമയത്തിനുള്ളിൽ പരിഹാരം കണ്ടെത്തപ്പെടാൻ പറ്റാത്ത പല വിഷയങ്ങളുണ്ട്. അതിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യും, സർക്കാരിനെ സഹായിക്കുകയോ അല്ലെന്നുണ്ടെങ്കിൽ അത് രാജ്യത്തിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തുകയോ ഇനി പ്രതിഷേധമായിട്ട് രേഖപ്പെടുത്തിയാലും പ്രശ്നമില്ല. അപ്പോൾ ജനകീയ വിഷയങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് അതിൽ വിഷയങ്ങൾ ചൂണ്ടിക്കാണിക്കാനായിട്ട് അവർക്ക് കഴിയുന്നില്ല എന്നുള്ളതാണ്. ഇപ്പോൾ നീറ്റ് ലീക്കേജ്, ഞാൻ നീറ്റിനെ മറ്റേ രീതിയിൽ പറഞ്ഞതല്ല. അപ്പോൾ നീറ്റ് ലീക്കേജ് ഉണ്ടായി, തീർച്ചയായിട്ടും നീറ്റ് ലീക്കേജ് ഐഡൻറ്റിഫൈ ചെയ്യേണ്ടതും ചോദ്യം ചെയ്യേണ്ടതും ചൂണ്ടിക്കാണിക്കേണ്ടതുമായ വിഷയം തന്നെയാണ്. വളരെയധികം പ്രയോറിറ്റിയുള്ള ഒരു യുവതയുടെ പ്രശ്നം തന്നെയാണ്. അതിന് പരിഹാരം കണ്ടെത്താൻ വേണ്ടിയിട്ട് അവർക്ക് സാധിച്ചു. പരിഹാരം കണ്ടെത്തി കഴിഞ്ഞാൽ അത് പിന്നീട് അതിൽ നിന്ന് പിന്നോട്ട് പോകണം എന്നുള്ളതാണ്. പക്ഷേ ഇപ്പോഴും രാജ്യത്തിനെ വെല്ലുവിളിച്ചുകൊണ്ടാണ് ഇവർ നിലനിൽക്കുന്നതെന്നാണ്. കേസെടുക്കുവാൻ വേണ്ടിയിട്ട് തീരുമാനമെടുത്തത് രാജ്യത്തിൻ്റെ പൊതുമുതലിന് നേരെയുള്ള അതിക്രമം നടത്തിയ ആൾക്കാർക്കെതിരെയാണ്. അവരെ വെറുതെ വിടാൻ സാധിക്കില്ല. അത്തരം ആൾക്കാർ എത്രയോ അധികം കൊലപാതകികളാണ്. ഏകദേശം 2800ഓളം ക്രിമിനലുകൾ ഇതിൻ്റെ ഇടയിലേക്ക് കടന്നുകൂടിയിട്ടുണ്ട്. ഭീകരവാദികൾ ഇതിനിടയിലേക്ക് കടന്നുകൂടിയിട്ടുണ്ട് എന്നത് പകൽ പോലെ വെളിച്ചമായ കാര്യമാണ്. പഞ്ചാബ് പോലീസ് കേസെടുത്തു. അപ്പം അങ്ങനെ ഒരു സാഹചര്യത്തിൽ രാജ്യത്തിൻ്റെ സുരക്ഷ, പരമാധികാരം ഇതൊക്കെ ചോദ്യം ചെയ്യുന്ന തരത്തിലേക്ക് ഒരു സംഘടന വളർന്നാൽ, അല്ലെങ്കിൽ സംഘടനയ്ക്ക് അകത്തുകൂടെ ആൾക്കാർ കയറി വന്നാൽ ഭരിക്കുന്ന ഭരണകൂടം അതിന് തീർച്ചയായിട്ടും ജനത്തിൻ്റെ ജീവനും സ്വത്തും സംരക്ഷിക്കാൻ ബാധ്യസ്ഥരാണ്. അവരത് പ്രതികരിക്കും, അതിൽ ഇടപെടും. അപ്പം അല്ലാതെ അടിയന്തരാവസ്ഥ ഇവിടെ ആരും പ്രഖ്യാപിച്ചിട്ടില്ല. പ്രതിപക്ഷത്തിൻ്റെ വായ മൂടിക്കെട്ടിയിട്ടില്ല. വന്ധീകരണം നടത്തിയിട്ടില്ല ആരും. ചേരികളിൽ പോയിട്ട് മനുഷ്യൻ്റെ ഇഷ്ടമില്ലാതെ അവനിൽ ലൈംഗിക അവയവത്തിൻ്റെ ഭാഗം ഈ ഛേദിച്ച് കളയുന്ന ഒരു അവസ്ഥ ഉണ്ടായില്ല. ഛേദിച്ച് കളയുന്ന പറഞ്ഞാൽ ഈ 7 ട്യൂബിലൊന്നും മാറ്റങ്ങൾ വരുത്തുന്ന ഒരു അവസ്ഥ ഉണ്ടാക്കിയിട്ടില്ല ആരും. ആ രീതിയിലാണ് വളരെ ക്രൂരമായി എത്രയോ അധികം ആൾക്കാരാണ് മരണപ്പെട്ടത്. അപ്പോൾ ഈ രീതിയിലുള്ള ഒരു പ്രശ്നവും ആരും ഭരണഘടന അട്ടിമറിക്കാനോ ഒന്നും ശ്രമം നടത്തിയിട്ടില്ല. രാജ്യം മര്യാദയ്ക്ക് ഭരിക്കുവാനും രാജ്യത്തിൻ്റെ പരമാധികാരത്തിന് നേരെ ചോദ്യം ചെയ്യുന്നവർക്ക് നേരെ തീർച്ചയായിട്ടും കേസെടുക്കും. അതിൽ ഇവരിനി മോഹൻ ഭാഗവതിനെ കളിയാക്കൽ അവർക്ക് കിട്ടേണ്ടതെന്നാലും കിട്ടും. ഇപ്പോൾ കിട്ടുന്നുണ്ട്. പപ്പുവിന് കിട്ടിയതുപോലെ തന്നെ പ്രിയങ്കയ്ക്കും കിട്ടുന്നുണ്ട്. എന്തായാലും നമുക്ക് കാത്തിരിക്കാം ഈ CJPയുടെ പുതിയ രാഷ്ട്രീയ നയങ്ങൾ, അത് അവരെ ഏതൊക്കെ പടുകുഴിയിലേക്ക് കൊണ്ടെത്തിക്കുമെന്ന്. നമസ്കാരം.